ബ്രഹ്മമുഹൂർത്തം 4 മണിക്ക് എഴുന്നേറ്റാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലോകത്തിലെ വെറും 1% ആളുകൾ മാത്രം വലിയ വിജയങ്ങൾ നേടുകയും ബാക്കിയുള്ള 99% ആളുകളും സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുന്നത്? ഇത് വെറും ഭാഗ്യം കൊണ്ടാണോ, അതോ പാരമ്പര്യം കൊണ്ടാണോ? ഉത്തരം വളരെ ലളിതമാണ്, എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് അവരുടെ ദിനചര്യയാണ്. ചരിത്രത്തിൽ ഇന്നുവരെ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം കർമ്മമേഖലയിൽ ഇതിഹാസങ്ങളായി മാറിയിട്ടുള്ള എല്ലാവർക്കും പൊതുവായൊരു ശീലമുണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് ഈ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ ഉണർന്നിരിക്കും. നമ്മുടെ പുരാണങ്ങളിലും ചാണക്യനീതിയിലും ആധുനിക ശാസ്ത്രത്തിലും ഒരുപോലെ പറയുന്ന മനുഷ്യന്റെ വിധിയെ മാറ്റാൻ കഴിവുള്ള ആ സമയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതാണ് ബ്രഹ്മമുഹൂർത്തം. ഇതൊരു സാധാരണ മോട്ടിവേഷണൽ വീഡിയോ അല്ല. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിലും ശരീരത്തിലും ജീവിതത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ പഠനമാണിത്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, രാവിലെ നേരത്തെ എഴുന്നേൽക്കൂ, വിജയിക്കാക്കാമെന്ന്. എന്നാൽ എന്തുകൊണ്ടാണ് 4 മണി അല്ലെങ്കിൽ 3:30 എന്ന സമയം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആചാര്യ ചാണക്യൻ പറയുന്നു, സൂര്യോദയത്തിനു മുൻപ് എഴുന്നേൽക്കുന്നവൻ തന്റെ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ എന്താണിതിന്റെ യുക്തി? രാത്രിയുടെ അവസാന യാമവും പകലിന്റെ തുടക്കവും തമ്മിലുള്ള സന്ധ്യയ്ക്ക് മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. കൃത്യമായി പറഞ്ഞാൽ സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുൻപ്, അതായത് ഏകദേശം പുലർച്ചെ 3:30 മുതൽ 5:30 വരെയുള്ള സമയം. ഇതിനെ സ്രഷ്ടാവിന്റെ സമയം എന്ന് വിളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ സമയത്ത് പ്രകൃതി എങ്ങനെയായിരിക്കും? തികച്ചും ശാന്തം. വാഹനങ്ങളുടെ ശബ്ദമില്ല, ബഹളങ്ങളില്ല, വായുമലിനീകരണം ഏറ്റവും കുറഞ്ഞ സമയം. ഈ സമയത്ത് അന്തരീക്ഷത്തിൽ പ്രാണവായുവിന്റെ അളവ്, പ്രത്യേകിച്ച് ഓസോൺ സാന്നിധ്യം ഏറ്റവും കൂടുതലായിരിക്കും. 41% വരെ ഓക്സിജൻ അളവ് കൂടുന്ന സമയമാണിത്. ഈ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ശ്വസിക്കുമ്പോൾ ശുദ്ധമായ പ്രാണവായു നിങ്ങളുടെ രക്തത്തിൽ കലരുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. സാധാരണ സമയത്ത് പഠിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ സമയത്തെ പഠനം സഹായിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചാണക്യന്റെ തന്ത്രം വരുന്നത്. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പരിശീലിപ്പിക്കുമ്പോൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നതായിരുന്നു. കാരണം ഒരു രാജാവിന് വേണ്ടത് വ്യക്തമായ ചിന്താശേഷിയാണ്. പകൽ സമയം നമ്മൾ അനേകം പ്രശ്നങ്ങളെ നേരിടുന്നു. ജോലിയിലെ സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് ബഹളങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കലങ്ങിമറിഞ്ഞ വെള്ളം പോലെയാക്കുന്നു. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മനസ്സ് അനക്കമില്ലാത്ത തടാകം പോലെ ശാന്തമായിരിക്കും. ആ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുന്നു. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഇതുപോലുള്ള നല്ല അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കും. ഇനി നമുക്കിതിന്റെ ശാസ്ത്രീയ വശത്തേക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിൽ പൈനിയൽ ഗ്രന്ഥി എന്നൊരു ഭാഗമുണ്ട്. ആത്മീയമായി ഇതിനെ 3-ാം കണ്ണ് എന്ന് വിളിക്കാറുണ്ട്. മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവരാണ്. രാത്രി 9 മണിക്ക് ശേഷം ഈ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുകയും നമുക്ക് ഉറക്കം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത്, അതായത് 4 മണിയോടടുക്കുമ്പോൾ പൈനിയൽ ഗ്രന്ഥി ഏറ്റവും ഉയർന്ന പ്രവർത്തനക്ഷമതയിലായിരിക്കും. പക്ഷേ അത് ഉറക്കത്തിനായിട്ടല്ല, മറിച്ച് പ്രകൃതിയിലെ സൂക്ഷ്മമായ ഊർജ്ജത്തെ സ്വീകരിക്കാനാണ്. ഈ സമയത്ത് എഴുന്നേറ്റ് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആകർഷണ നിയമം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണിത്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന സമയം. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അലാറം അടിക്കുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങുന്നു. ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് വീണ്ടും പുതച്ചു മൂടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയാണ് തമോ ഗുണം വില്ലനാകുന്നത്. അലസത, ഉറക്കം, മടി, ഇതെല്ലാം തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. ചാണക്യൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് അവനവന്റെ ഉള്ളിലെ അലസതയാണ് എന്നാണ്. നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ പഴയ ശീലങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ ശരീരം പറയും, വേണ്ട, കുറച്ചുകൂടി ഉറങ്ങൂ എന്ന്. പക്ഷെ നിങ്ങളുടെ മനക്കരുത്ത് പറയണം, ഇല്ല, എനിക്ക് എഴുന്നേറ്റേ തീരൂ എന്ന്. ഈ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുമ്പോൾ ആ ദിവസത്തെ ആദ്യത്തെ വിജയം നിങ്ങൾ നേടുന്നു. രാവിലെ തന്നെ ഒരു വിജയിയുടെ മനോഭാവത്തോടെ ദിവസം തുടങ്ങാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ചാണക്യനീതിയിൽ പറയുന്നു, വിദ്യാർത്ഥിക്ക് സുഖമില്ല, സുഖം ആഗ്രഹിക്കുന്നവന് വിദ്യയില്ല. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. സ്വന്തം സൗകര്യങ്ങളുടെ തടവറയിലിരുന്ന് ചരിത്രം സൃഷ്ടിച്ച ആരുമില്ല. 4 മണിക്ക് എഴുന്നേൽക്കുക എന്നത് ആ സുരക്ഷിത മേഖലയ്ക്ക് പുറത്തു കടക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. ഇനി എങ്ങനെയാണിത് പ്രായോഗികമായി നടപ്പിലാക്കുക? ഒറ്റയടിക്ക് ഇത് ശീലമാക്കാൻ കഴിയില്ല. നിങ്ങൾ സ്ഥിരമായി 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ
നാളെ മുതൽ 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വാശി പിടിക്കരുത്. അത് നടക്കില്ല. ശരീരം അത് സമ്മതിക്കില്ല. ആദ്യം 7:30, പിന്നെ 7, അങ്ങനെ പതുക്കെ സമയം കുറച്ചു കൊണ്ടുവരിക. ഏറ്റവും പ്രധാനം തലേദിവസം രാത്രിയാണ്. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് രാവിലെയല്ല, തലേദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ്. ചാണക്യൻ പറയുന്നു, അത്താഴം ലഘുവായിരിക്കണം. വയറു നിറയെ ആഹാരം കഴിച്ചുറങ്ങിയാൽ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജവും ദഹനത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടിവരും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുക. അതുപോലെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. അതിൽ നിന്നുള്ള നീല വെളിച്ചം നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് എന്തു ചെയ്യണം? പലരും ചെയ്യുന്ന തെറ്റ് എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുക എന്നതാണ്. ഇത് ബ്രഹ്മമുഹൂർത്തത്തിന്റെ എല്ലാ ഗുണങ്ങളും നശിപ്പിക്കും. 1. നന്ദി പറയുക. എഴുന്നേറ്റ ഉടനെ ജീവിച്ചിരിക്കുന്നതിന്, പുതിയൊരു ദിവസം ലഭിച്ചതിന് പ്രകൃതിയോട് നന്ദി പറയുക. 2. വെള്ളം കുടിക്കുക. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു കളയാൻ ഇത് സഹായിക്കും. 3. ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന. 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കുക. 4. ലക്ഷ്യങ്ങൾ കുറിക്കുക. ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യണം? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ്? ഇത് എഴുതിവെക്കുക. 5. പഠനം അല്ലെങ്കിൽ വ്യായാമം. ഏറ്റവും കടുപ്പമുള്ള ജോലികൾ ഈ സമയത്ത് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി മേധാവികളെ നോക്കൂ. ആപ്പിളിന്റെ ടിം കുക്ക്, ടെസ്ലയുടെ ഇലോൺ മസ്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ പ്രധാനമന്ത്രി. ഇവരൊക്കെ അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. അവർക്ക് ദിവസത്തിൽ 24 മണിക്കൂർ പോരാതെ വരുന്നു. എന്നാൽ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ 3 മണിക്കൂർ അധികം ലഭിക്കുന്നു. ഒരു വർഷം നോക്കിയാൽ മറ്റുള്ളവരെക്കാൾ ഏകദേശം 1000 മണിക്കൂറുകൾ നിങ്ങൾക്ക് അധികം ലഭിക്കുന്നു. ആ 1000 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഭാഷ പഠിക്കാം, ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം. ഇതാണ് സമയത്തിന്റെ മാന്ത്രികത. ചാണക്യൻ പറയുന്നു, കടന്നുപോയ സമയം ഒരിക്കലും തിരിച്ചുവരില്ല. എത്ര കോടികൾ കൊടുത്താലും ഒരു നിമിഷം പോലും തിരികെ വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് സമയത്തെ ബഹുമാനിക്കുന്നവനെ ലോകം ബഹുമാനിക്കും. ബ്രഹ്മമുഹൂർത്തം എന്നത് കേവലം നേരത്തെ എഴുന്നേൽക്കൽ മാത്രമല്ല, അതൊരു ജീവിതശൈലിയാണ്. അതൊരു തപസ്സാണ്. സ്വയം തിരിച്ചറിയാനുള്ള യാത്രയാണത്. നിങ്ങൾ ഈ യാത്ര തുടങ്ങാൻ തയ്യാറാണോ? നാളെ രാവിലെ 4 മണിക്ക് അലാറം അടിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങുമോ? അതോ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കണ്ണു തുറക്കുമോ? തീരുമാനം നിങ്ങളുടേതാണ്. ഓർക്കുക, കഠിനമായ വഴികളാണ് മനോഹരമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ ശീലം വളർത്തിയെടുക്കാൻ 21 ദിവസമെങ്കിലും എടുക്കും. ആദ്യത്തെ ആഴ്ച വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. 2ാമത്തെ ആഴ്ച അല്പം ആശ്വാസം തോന്നും. 3ാമത്തെ ആഴ്ച അതൊരു ശീലമായി മാറും. 21 ദിവസത്തിനു ശേഷം 4 മണിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. ബ്രഹ്മമുഹൂർത്തത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിന്റെ മഹത്വം മനസ്സിലാകൂ. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. ആ നിശബ്ദതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താഴെ കമന്റ് ബോക്സിൽ ഞാൻ എഴുന്നേൽക്കും എന്ന് രേഖപ്പെടുത്തുക. അതുപോലെ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നാളെ വെളുപ്പിനെ 4 മണിക്ക് വിജയത്തിന്റെ പുതിയൊരു ലോകത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.